കൊച്ചി സ്വദേശിനി 73-കാരി സുഭദ്രയുടെ ഒരു മാസം നീണ്ട തിരോധാനം എത്തിനിന്നത് ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലെ ഈ വാടക വീടിന്റെ പരിസരത്താണ്. കൊല ചെയ്യപ്പെട്ടത് എറണാകുളം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 73-കാരി സുഭദ്ര. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നത് ആലപ്പുഴ കാട്ടൂർ സ്വദേശി മാത്യൂസിന്റെ ഭാര്യ കർണാടക സ്വദേശി ശർമിളയുമാണ്. അവർ രണ്ടുപേരും 3 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലെ വീടാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതി സുഭദ്രയെ കാണാതാകുന്നു. 6-ാം തീയതി മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകുന്നു. പിന്നീട് 8-ാം തീയതി കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന് ശർമിളയും സുഭദ്രയും നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. ഇത് കേസിൽ നിർണായകമാകുന്നു. ശർമിളയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും സുഭദ്രയുടെ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും ഓഗസ്റ്റ് 15-ഓടെ കടവന്ത്ര പോലീസ് മാത്യൂസും ശർമിളയും താമസിക്കുന്ന ഈ വീട്ടിലെത്തി. പക്ഷേ ഇവിടെ പോലീസ് സംഘം എത്തിയപ്പോൾ ഇവിടെ നിന്നും അവർ കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് അന്വേഷണം മണ്ണഞ്ചേരി പോലീസിന് കൈമാറി. മണ്ണഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ കേസിനെ ഗൗരവ സ്വഭാവത്തോടെ കണ്ടില്ല. പക്ഷേ ഈ വീട്ടിൽ നിന്നും മാറി താമസിച്ച ശർമിളയും മാത്യൂസും സുഭദ്രയും പിന്നീട് മടങ്ങി വരാതായതോടെ പോലീസിന് സംശയം ബലപ്പെട്ടു. ഒപ്പം ഈ വീട്ടിൽ താമസിച്ചിരുന്ന മാത്യൂസും ശർമിളയും മാത്രം ഇവിടെ നിന്നും പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പിന്നീട് പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ ഒരു കുഴിയെടുത്തതും പോലീസ് കണ്ടെത്തി. വീട്ടുവളപ്പിൽ കണ്ട മൂടിയ കുഴിയെ സംബന്ധിച്ച് നാട്ടുകാരോട് പോലീസ് അന്വേഷണം നടത്തി. ഇതിൽ നിന്നും കുഴി വെട്ടിയ ആളെ പോലീസ് കണ്ടെത്തി. ഇയാളെ ചോദ്യം ചെയ്തു. അയാൾ പറഞ്ഞ മറുപടി, ഈ വീട്ടിലെ ഉടമസ്ഥനായ അല്ലെങ്കിൽ ഈ വീട്ടിലെ താമസക്കാരൻ മാത്യൂസ് പറഞ്ഞത് തങ്ങൾക്കൊരു കമ്പോസ്റ്റ് പിറ്റ്, വീട്ടിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഒരു കുഴി വേണം, അങ്ങനെ 4 അടി താഴ്ചയിൽ ഒരു കുഴി വെട്ടി നൽകണമെന്നാണ്. ആദ്യം വെട്ടി നൽകിയ കുഴിക്ക് ആഴം പോരാ എന്ന് പറഞ്ഞു. പിന്നീട് 4 അടി താഴ്ചയിൽ ഒരു കുഴി ഇവരുടെ വീടിന്റെ പിൻഭാഗത്ത് ശുചിമുറിയുടെ മുൻപിൽ കുഴിച്ചു നൽകിയെന്നാണ് അയാൾ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ സംശയത്തിന്റെ പേരിൽ പോലീസ് നായകമായി അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ ഒരു മൃതദേഹമുണ്ടെന്ന ഞെട്ടിക്കുന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. സെപ്റ്റംബർ 10-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ പോലീസ് സംഘം മണ്ണ് മാറ്റിയുള്ള പരിശോധന ആരംഭിച്ചു. അരമണിക്കൂറിനകം തന്നെ 3.5 അടി താഴ്ചയിൽ നിന്ന് സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം കണ്ടെത്തി. വലത്തോട്ട് ചരിഞ്ഞ നിലയിൽ നൈറ്റി ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. എറണാകുളത്ത് നിന്നും കാണാതായ സുഭദ്രയുടെ 2 ആൺമക്കളും എത്തി മൃതദേഹം കണ്ടു. അത് തങ്ങളുടെ അമ്മ സുഭദ്രയെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ സുഭദ്രയ്ക്ക് എങ്ങനെയാണ് ഈ വീടുമായും ഈ വീട്ടിൽ താമസിച്ചിരുന്ന മാത്യൂസും ശർമിളയുമായി ബന്ധം? എങ്ങനെയാണ് സുഭദ്ര കൊല ചെയ്യപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് കൊല ചെയ്യപ്പെട്ടത്? എറണാകുളത്ത് നിന്നും സുഭദ്രയെ ശർമിള കൂട്ടിക്കൊണ്ടുപോയ കഴിഞ്ഞ മാസം 4-ാം തീയതി തന്നെയാണ് ഈ വീട്ടിലേക്കും കാട്ടൂരിലെ ഈ വീട്ടിലേക്കും സുഭദ്രയെ മാത്യൂസും ശർമിളയും കൂട്ടിക്കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് മറ്റ് 4 പേര് കൂടി അവർക്കൊപ്പം ഉണ്ടായിരുന്നു. എറണാകുളത്തുള്ള ഒരു പരിചയക്കാരിയാണ്, അവർക്ക് പനിയാണ്, തങ്ങളുടെ വീട്ടിൽ തങ്ങാൻ വന്നതെന്നാണ് നാട്ടുകാരോട് മാത്യൂസും ശർമിളയും പറഞ്ഞിരുന്നത്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ 4-ാം തീയതി ഈ വീട്ടിൽ വന്ന സുഭദ്രയെ അപ്പോൾ കണ്ട നാട്ടുകാരല്ലാതെ പിന്നീട് കണ്ടത് ഒരേ ഒരാൾ മാത്രമാണ്. അത് കുഴിയെടുക്കാൻ വന്ന അജയൻ എന്ന വ്യക്തിയാണ്. അയാൾ ഈ കുഴിയെടുത്തത് 7-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 7-ാം തീയതി. ആ സമയത്ത് സുഭദ്ര ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് കുഴിയെടുക്കാൻ വന്ന അജയൻ നൽകിയ മൊഴി. കുഴിയെടുത്ത ശേഷവും ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടായിരുന്ന സുഭദ്രയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നതാണ് പോലീസ് ഉറപ്പിക്കുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമെന്നാണ്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ പറയുന്നത്. കാരണം കൊലപാതകത്തിന് മുൻപേ തന്നെ കുഴി വെട്ടിയിരുന്നു. കുഴി വെട്ടിയപ്പോൾ കുഴിക്ക് ആഴം പോരാ, കൂടുതൽ ആഴം വേണമെന്ന് കൂടി ഈ വീട്ടിൽ താമസിച്ചിരുന്ന മാത്യൂസും ശർമിളയും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് 7-ാം തീയതിക്ക് ശേഷം സുഭദ്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നത്. 38-കാരൻ ആലപ്പുഴ കാട്ടൂർ സ്വദേശി മാത്യൂസും 36-കാരി ഉടുപ്പി സ്വദേശി ശർമിളയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എന്നാൽ ഇവരുടെ വിവാഹത്തിന് മുൻപേ സുഭദ്രയും ശർമിളയുമായി പരിചയമുണ്ടായിരുന്നു. ചില സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിലുണ്ടായിരുന്നു. ഇതിനു മുൻപും ഈ വീട്ടിൽ സുഭദ്ര ഇവിടെ വന്ന് താമസിക്കുകയും
ഇവിടെ നിന്നും മാത്യൂസും ശർമിളയും കടവന്ത്രയിലെ വീട്ടിലെത്തി താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. എറണാകുളത്തെ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന ശർമിള വിവാഹത്തോടെ മാത്യുവിനൊപ്പം ആലപ്പുഴ കാട്ടൂരിലെത്തുന്നു. പിന്നീട് ശർമിളയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ദുരൂഹമാണ്. ഭർത്താവുമായി മദ്യപിക്കുകയും വഴക്കിടുന്നതും നിത്യസംഭവമാണ്. ഭർത്താവ് മാത്യുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിൽ കേസ് നിലവിലുണ്ട്. വിവാഹം കഴിഞ്ഞ് 3ാമത്തെ മാസം തന്നെ മാത്യുവിനും ഭാര്യ ശർമിളയ്ക്കും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറേണ്ടിയും വന്നു. പക്ഷേ ഇത് കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവള് ഫ്രോഡാണെന്നുള്ളത്. ഫ്രോഡെന്ന് പറയുന്നത് ഇവള് ഭയങ്കര സാധനമാണ്. ഇവള് മദ്യപിച്ച് ചിലപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭീഷണി, ഞങ്ങൾ ചിലപ്പോൾ കൊല്ലാൻ വരെ ഇവള് സന്നിധരാകും എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ. ഇവർ തമ്മിൽ വഴക്കുണ്ടായി, കൈക്കിട്ട് വെട്ടി 3 നേരം പറ്റി വലത്ത് വയസ്സ്. അപ്പോൾ ഇവർ കണ്ടുകാനും മദ്യപിക്കുകയൊക്കെ ചെയ്യും. അവിടെ കിടന്ന് ഭയങ്കര ആട്ടും കുത്തുമൊക്കെ ആയിരുന്നു. സുഭദ്രയുടേത് ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സ്വർണ്ണാഭരണങ്ങളെ സംബന്ധിക്കുന്നതാണ്. സുഭദ്രയെ കാണാതാകുന്ന സമയത്ത് ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പക്ഷേ മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്താനായില്ല. പോലീസ് നടത്തിയ മറ്റൊരു അന്വേഷണത്തിൽ പ്രതി ശർമിള ഇത് ആലപ്പുഴ ജില്ലയിലും ഉടുപ്പിയിലും മറ്റു ചില സ്ഥലങ്ങളിലും സുഭദ്രയുടേതെന്ന് സംശയിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു എന്നതാണ്. ശരിക്കും സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ആസൂത്രിതമായി കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 4-ാം തീയതി ശർമിള അവിടെ നിന്ന് സുഭദ്രയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നീട് 2-3 ദിവസങ്ങൾക്ക് ശേഷം കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷെ കൊലയ്ക്ക് പിന്നിൽ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നത് മാത്രമായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തികമായ തർക്കമുണ്ടായിരുന്നുവെന്ന മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പണം പലിശയ്ക്ക് നൽകുന്ന ആളായിരുന്നു സുഭദ്ര. ഇവരിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ പണം വാങ്ങിയ ആളാണ് ശർമിള. പക്ഷേ ഈ പണം തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച് സുഭദ്ര ഈ വീട്ടിലും മാത്യുവിൻ്റെ കുടുംബ വീട്ടിലും എത്തി ബഹളമുണ്ടാക്കിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തിക തർക്കം നിലനിൽക്കുന്ന 2 വ്യക്തികൾ പിന്നീട് അവർ കണ്ടുമുട്ടുന്നു, ദിവസങ്ങൾ ഈ വീട്ടിൽ തങ്ങുന്നു. അതിനുശേഷം ഒരു തിരോധാനം, കാണാതാകുന്ന പരാതി വരുന്നു. ഇതിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നത് കൊലപാതകം നടത്തിയെങ്കിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്നാണ്. സുഭദ്രയുടെ മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെ പ്രാഥമിക വിവരമനുസരിച്ച് കഴുത്തും കൈയും ഇടത്തെ കൈയും ഒടിഞ്ഞ നിലയിലായിരുന്നു. 2 വാരിയെല്ലുകളും പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഇടത്തെ കൈ ഒടിച്ച ശേഷം അത് പുറകിലേക്ക് വെച്ച് കെട്ടിയതിൻ്റെ സൂചനകളും ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക വിവരത്തിലുണ്ട്. ഒപ്പം തന്നെ കൊല നടത്തിയ ശേഷം, അതായത് മരിച്ച ശേഷമാണ് വലത്തെ കൈ ഒടിച്ചതെന്ന പ്രധാനപ്പെട്ട വിവരവും ഇതിൻ്റെ പ്രാഥമിക വിവരമായി പോലീസിനോട് സർജന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം കുഴിച്ചു മൂടുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് 5 മാസത്തിനിടയിൽ ഇത് 5ാമത്തെ സംഭവമാണ്. ഈ കേസിലെ പ്രതികൾ മാത്യൂസും ശർമിളയും എവിടെയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ മാസം കൊലപാതകത്തിന് ശേഷവും കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി അവർ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ എത്തിയതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നത് ഉടുപ്പിയിലാണ്. പക്ഷേ ഇപ്പോഴും പ്രതികൾ കാണാമറയത്താണ്.